നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണം വന്നിട്ട് ₹85 കയറി. ഇപ്പോൾ 9705 പോയിരിക്കുന്നു. ₹265 ടാക്സും കൂടെ ചേർത്തെങ്കിൽ 9995 ആവും. ഇതൊക്കെ ചേർക്കുമ്പോൾ അത് എവിടെയോ പോകുന്നു. ഇപ്പോൾ 22 ക്യാരറ്റ് സ്വർണം കൂടെ GST ചേർത്തുവെങ്കിൽ 10,000-നടുത്ത് വന്നു. ഈ 10,000 കഴിഞ്ഞ് പോവും പെട്ടെന്ന്. 10,000 വന്നത് നമുക്ക് നല്ല ന്യൂസാണ്. ഫ്യൂജ് 400 ഗ്രാം ഒരു ₹4,000 വാങ്ങിയിരുന്നാൽ കൂടെ അവർക്കൊരു ₹20,00,000 ലാഭം കിട്ടിയിരിക്കും. ഇതിങ്ങനെ വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇന്നൊരു ട്വീറ്റിൽ ഒരു ഡയഗ്രാം കണ്ടായിരുന്നു. ആ ഡയഗ്രാം നിനക്ക് ഇട്ട് കാണിക്കാൻ പറയാം. എല്ലാ സെൻട്രൽ ബാങ്കിൻ്റെ റിസർവ്സും ചേർത്ത് നോക്കിയാൽ ഇതിന് വന്നിട്ട് US ട്രഷറിയുടെ ഗോൾഡ് കൂടുതലിരിക്കുന്നു. ഇത് 1996 കഴിഞ്ഞ് ഇതാണ് ആദ്യത്തെ പ്രാവശ്യം ഗോൾഡ് ഈസ് മോർ ദാൻ US ട്രഷറി. US ഡോളറിൻ്റെ ഡോമിനൻസ് കുറയുന്നു. ഡോമിനൻസ് ഇരിക്കുന്നു, പക്ഷെ കുറയുന്നു. ഏത് കറൻസി എന്ന് ചോദിച്ചു. ഗോൾഡ് തന്നെ കറൻസി എന്ന് പറഞ്ഞു. കറൻസിക്ക് എഗെയിൻസ്റ്റ് US ഡോളർ വീഴുന്നാലും ഇന്ത്യയുടെ ഡപ്പ ഡാൻസ് തന്നെ. ഈ സ്ഥിതിക്ക് രൂപ 88.25 എപ്പം 90 അടിക്കും എന്നതാണ് ചോദ്യം. RBI കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക് എഞ്ചിനീയർ എപ്പോഴെങ്കിലും ഇറക്കി വിട്ടെങ്കിൽ ബെറ്ററാണ്. ഇന്നും ഡോളറിന് ചെലവ് ചെയ്യാതെ. ടോട്ടലായി ഇന്ത്യയുടെ എക്സ്പോർട്സിൽ അമേരിക്കയുടെ എക്സ്പോർട്ട് വന്നിട്ട് $65 ബില്യൺ. ആ $65 ബില്യൺ $20 ബില്യൺ ടാരിഫ് ഇല്ല. ഇനി $45 ബില്യൺ 50% ടാരിഫ് ഇരിക്കുന്നു. ഈ 50% ടാരിഫ് വീഴുന്നുവെങ്കിൽ $35 ബില്യൺ എക്സ്പോർട്ട് ഒരു $25 ബില്യൺ കുറഞ്ഞുവെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ട്രേഡ് ഡെഫിസിറ്റും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും കയറും. തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്നു. ഈ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആക്ഷൻ എടുത്തില്ല. കാരണം ഡോളർ ഒരേടിയായിട്ട് വെളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പോയ മാസം മാത്രം $4 ബില്യൺ വെള്ളക്കാരൻ വിറ്റ് എടുത്തോണ്ട് പോയി. സോ ഇത് ഒരു റെക്കോർഡാണ്. ഇതൊരു വലിയ റെക്കോർഡാണ്. കാശ് വെളിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പോലെ ഡിവിഡൻഡ്, വാറ്റ്, ബോണ്ട് വിറ്റത് നോക്കുമ്പോൾ FDI ബാർലി $300 ബില്യൺ പോസിബിൾ. ഈ $20 ബില്യൺ ക്യാപ്പിനെ വന്നിട്ട് FBIയും ക്യാഷ് ഫ്ലോസും കൊണ്ടുവരത്തില്ല. ഇതുപോലെ രൂപ വിളുന്നു എന്നറിഞ്ഞാൽ നാറയെ അവിടെ തന്നെ കാശിനെ വയ്ക്കും, ഇവിടെ കൊണ്ടുവരത്തില്ല. കാരണം രൂപ പ്രഷറിൽ ഇരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. RBI എത്രയും പെട്ടെന്ന് വിടുന്നു അത്രയ്ക്കും നമുക്ക് നല്ലതാണ്. റീറ്റെയിൽ ഡേറ്റാനെ കുറിച്ച് മിൻറ്റിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. ആ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6,95,000 കോടിനെ പ്ലെഡ്ജ് ചെയ്ത് സുമാർ 1,00,000 കോടിക്കടുത്ത് കടൻ വാങ്ങിയിരിക്കുന്നു. കുറച്ച് കുറവ് വന്നിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റർ ബ്രോക്കറിൻ്റെ അടുത്തിരുന്ന് 17-18 ലക്ഷം രൂപ കടൻ വാങ്ങിയിരിക്കുന്നു. നോർമലായി എന്തെന്ന് വെച്ചാൽ നമ്മളൊരു അസറ്റ് വാങ്ങി ഇതിൻ്റെ വില കയറിക്കൊണ്ടേ ഇരിക്കുന്ന സമയം ഇതിൻ്റെ വേദന നമുക്കറിയത്തില്ല. പക്ഷെ വില ഇറങ്ങുന്ന സമയം എന്താകുന്നു വെച്ചാൽ വട്ടിക്ക് വട്ടിയും കിട്ടണം. അതേ സമയം നിങ്ങൾ വന്നിട്ട് ടോപ്പപ്പും ചെയ്യണം. അസറ്റിൻ്റെ വാല്യൂ കുറയും. കാരണം ഇറങ്ങുമ്പോൾ അസറ്റ് നിങ്ങൾ ആവറേജ് ക്രോസ് ചെയ്തുകൊണ്ടേ പോയെങ്കിൽ ഇംഗ്ലീഷിൽ ടു ക്യാച്ച് എ ഫാളിംഗ് നൈഫ് എന്ന് പറയും. നൈഫിന് താഴെ ഇരുന്ന് പിടിച്ചുവെങ്കിൽ കൈ മുറിയും. കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചാണ് പിടിക്കേണ്ടത്. പക്ഷെ റെക്ലെസ് ആയിട്ട് 0 കൂടെ MTF കൊടുക്കുന്നു. ആ MTF യൂസ് ചെയ്ത് വാങ്ങിയിരിക്കുന്നു. ആ നൈഫ് കൈനെ വെട്ടും. ട്രംപിൻ്റെ ഗുസ്തിയെക്കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ട്രംപ് ഗുസ്തി ചെയ്തതിൻ്റെ ശേഷം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്ത്യയും സ്വർണത്തിന് കൂടുതൽ വാങ്ങാൻ തുടങ്ങി. ഇത് വന്നിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്നിരിക്കുന്നു. കാരണം ഇന്ത്യയും ചേർത്താണ് സ്വർണം വാങ്ങിക്കുന്നു. ഈ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങുന്നു. മുമ്പേ മൈനർ ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങുന്നു. സ്വർണം ഗില്ലി പോലെ തൂക്കി എന്നതിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജോ ബൈഡൻ ആദ്യത്തെ പ്രാവശ്യം ഈ റഷ്യൻ ഡോളർ നിർത്തിവെച്ച സമയമേ രഘുറാം രാജനും മറ്റ് എക്കണോമിക്സും വാൺ ചെയ്തായിരുന്നു ഇത് നടക്കുമെന്ന്. അവിടെ ഇരുന്ന് ഡോളർ ടേംസിൽ 40% കയറിയിരിക്കുന്നു. അവിടെ 40% കയറിയെങ്കിൽ നമ്മളെ രൂപ ഈ 3 വർഷത്തിൽ പെട്ടെന്ന് താഴെ വിളുന്ന ഒരു 8-10% താഴെ വിളിഞ്ഞിരിക്കുന്നു. റുപ്പി ടേംസിൽ നിയർലി 50% ലാഭമാണ് സ്വർണം വാങ്ങിയത്.
സോ ഗോൾഡിൻ്റെ കാര്യം നോക്കുമ്പോൾ ഡോളറിൻ്റെ ഡോമിനൻസ് ഇറങ്ങുന്നു. ഞാൻ ഒരു 5-6 വർഷമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഗോൾഡ് യൂസ്ലെസ് അസറ്റ്, ഡെഡ് അസറ്റ് എന്ന് വിചാരിക്കുന്നു. എന്നെ ഇതിൽ വന്നിട്ട് ഫസ്റ്റ് ഗോൾഡ് വാങ്ങേണ്ട എന്ന് പറയുന്നു, ഇവർ വാങ്ങാൻ പറയുന്നു. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മക്കൾ പേച്ച് ചാനലിൽ ഞാൻ വരുന്ന വാരത്തിൽ ഞങ്ങൾക്ക് തരാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വാറൻ ബഫറ്റിന് എതിരായിട്ട് ഞാൻ ഇന്ത്യയിൽ വേറെ മാതിരി സംസാരിക്കുന്നു എന്ന്. ഇതിലിപ്പോൾ US കോർട്ടിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ടാരിഫ് ഒന്നും വരത്തില്ല, നീ ഇപ്പോൾ കോൺഗ്രസിൽ പെർമിഷൻ വാങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. ട്രംപ് റിയാക്ട് ചെയ്തു, ഈ ജഡ്ജസിനൊക്കെ അറിവില്ല എന്നൊക്കെ പറഞ്ഞു. ടാരിഫ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ ജഡ്ജ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ടാരിഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നാലും കോൺഗ്രസിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യം കുറിച്ച് US സുപ്രീം കോർട്ടിൽ പോവും, അത് തന്നെ അവസാന തീരുമാനം പറയും. അതിൻ്റെ അകത്ത് കോൺഗ്രസിൽ ഇരിക്കുന്ന 13 മെജോറിറ്റിയും പോകും. ഒരു പിക്ചർ കൂടെ ഇനി ബാക്കിയുണ്ട്, വെറും ട്രെയിലർ തന്നെ. പക്ഷേ ഒരു 7-8 മാസം ഇത് നടന്നാൽ കൂടെ ഇത് ഒരു വലിയൊരു ബാധകമാണ്. മാത്രമല്ല അത് ഇത്ര ദിവസം നമ്മൾ ഇട്ടിരുന്ന സ്കീം ലോണിനൊക്കെ ജോലിക്കാകത്തില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നോക്കാം, ഇവിടെ വളരെ ബോൾഡായിട്ട് കയറിയ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ പെട്ടെന്ന് താഴെ വീഴുന്നു, 71 പോയിന്റ് പ്ലസ്സിൽ ഇരിക്കുന്നു. സ്റ്റോക്കിൻ്റെ മാർക്കറ്റൊക്കെ ഇപ്പോൾ 90 പോയിന്റിലാണ് ഇരിക്കുന്നു. ഇതിൻ്റെ പേര് ടെഡ് കാപ്പ് ബൗൺസ് എന്നാണ് പറയും. എത്ര ദിവസത്തേക്കാണ് ഈ ടെഡ് കാപ്പ് ബൗൺസ് ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഈ സെലക്ടർ പട്ടാസ് ലിസ്റ്റ് സ്റ്റോക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നു. ഡോളർ വീഴുന്ന സമയം ഈ ഡോളറിൽ ഏൺ ചെയ്ത കമ്പനിയൊക്കെ ഇന്നും വാല്യുബിൾ ആകും എന്നതിൽ എനിക്ക് പറയാൻ ഞാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഗോൾഡ് ലോൺ കൊടുക്കുന്ന കമ്പനിയൊക്കെ ഇന്നും വാല്യുബിൾ ആകും എന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. അത് കാരണം ഇതൊക്കെ നിങ്ങൾക്കൊരു ഹെഡ്ജാണ്. ഗോൾഡ് ലോൺ ഒരു ഹെഡ്ജാണ്. ഇതിലൊരു 20 ലക്ഷം രൂപ നിങ്ങൾ നോക്കിയിരിക്കും, കമ്പനിയൊക്കെ ഇന്നും വില കയറും, ിൻ്റെ വില കയറും. ഗ്രാമേജിൽ സെയിൽസ് കുറഞ്ഞാലും റവന്യൂവിൽ കൂടുതലിരിക്കും, അർജൻ കൂടുതൽ വരും. ഈ വർണ്ണകാലങ്ങളിൽ തങ്കമയിലും ടൈറ്റനും നല്ല റിസൾട്ട് തരും നിങ്ങൾക്ക്. ഇതിനും അല്ലാതെ IT-യും ഫാർമയും റിസൾട്ട് തരും. IT-യുടെ മേളിൽ ടാരിഫ് ഇല്ല. ഒരു $375 ബില്യൺ എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു നല്ല പൊസിഷൻ എടുത്ത് വച്ചിരിക്കുന്നു ഒരുപാട് ദിവസം കൊണ്ട്. ഫാർമയിലും ഇപ്പോൾ ടാരിഫ് ഇല്ല, നല്ല പൊസിഷൻ വച്ചിരിക്കുന്നു നമ്മൾ. എന്നാൽ ഓവറാൾ US ടാരിഫിനെ കുറിച്ചുള്ള ന്യൂസ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തിരുപ്പൂർ, കരൂർ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ വരും. അതിന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അഡ്രസ്സ് ചെയ്യണം. അത് ചെറിയ കമ്പനി, ചെറിയ സ്ഥലം, ചെറിയ തൊഴിൽ എന്ന് അവർ ഇതിനെ കണക്കിലെടുക്കാതെ വിട്ടാലും വിടും. ഇതന്നെ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ്. ഈ കമ്പനി ചരിഞ്ഞുപോയ കാരണം 2,24,000 കോടി കാണാതായി പോയി എന്ന് പറയുന്നു. ഇതിൽ ടോപ്പ് 8 കമ്പനീസ് HDFC ബാങ്ക്, അതിൽ ആ ബോണസ് ഇഷ്യൂ ഇരിക്കുക. ഇന്നൊന്ന് വന്നിട്ട് റിലയൻസ് ആണ്. റിലയൻസ് ഞാൻ പറഞ്ഞതുപോലെ ഡയറക്ഷൻലെസ് കമ്പനി ആയിട്ട് മാറി. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് തീരുന്നോ ഇല്ല എന്നുകൂടെ ഫോളോ അപ്പ് ഇല്ല. ഈ സമയം കൊണ്ട് റഷ്യൻ ഓയിലാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അൽജസീറ ആർട്ടിക്കിളിനെ താഴെ ഞാൻ ലിങ്കിലിടാം, നോക്ക്. അൽജസീറ ആർട്ടിക്കിളിൽ റഷ്യൻ ഓയിൽ കാരണം റിലയൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കുന്നു. ഓല 12% കയറിയിരിക്കുന്നു എന്ന് ഇന്ന് ഒരുപാട് പേർ പറയുന്നു. എന്നിട്ട് മാർക്കറ്റ് മാനിപ്പുലേഷൻ തന്നെ. അതായത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ഒന്നും മാറിയില്ല. മാഗ്നറ്റ് പ്രോബ്ലം ഓലയ്ക്ക് ഒരു വലിയ പ്രോബ്ലമാണ്. ബജാജ് TVS ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. 1 ലക്ഷം വണ്ടി വിറ്റാൽ തന്നെ പ്രോഫിറ്റ് ആവും. സമയം കൊണ്ട് പ്രോഫിറ്റ് ചെയ്യാനാണ് വഴി നോക്കുന്നു. കമ്പനി ഇപ്പോൾ ഗോയിങ് കൺസേൺ ഇരിക്കുമോ എന്ന് നമുക്ക് സംശയമായിട്ടിരിക്കുന്നു. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ശമ്പളം കൊടുക്കണം, 6 മാസത്തിന് കാശൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. കുറിച്ചുള്ള സംശയം വലുതായിട്ടുണ്ട്. ഇതൊക്കെ നോക്കണ സമയം ഓലൈന വെല്ലഫ് വിടുന്നത് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. 2 ബാറ്ററി മേക്കറും താഴെ വീഴുന്നുകൊണ്ട് പൗൺസിലിരിക്കുന്നു. ചെയ്യാം, ഇന്നും കൺസിഡർ ചെയ്യാൻ സമയം ഇരിക്കുന്നു. ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നതിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ടിരിക്കണം. ടാറ്റയുടെ ഇഷ്യൂ എല്ലാവരും വളരെ ഒരുപാട് ദിവസം കാത്തിരുന്ന ഇഷ്യൂ ആണ്. ഇത് സെപ്റ്റംബർ മാസം കടൈസി ലാസ്റ്റിൽ വരും. $2 ബില്യൺ ഇഷ്യൂ ആണ്.
മാർക്കറ്റ് ഡ്രോപ്പ് ആയാലും ഇത് വലുതായിട്ട് അഫക്റ്റ് ആകത്തില്ല. മടങ്ങ് സബ്സ്ക്രിപ്ഷൻ ആകും. പക്ഷേ പ്രൈസ് ഫിക്സിങ്ങിൽ വളരെ കുറവായിട്ട് ഫിക്സ് ചെയ്യും. കാരണം റീറ്റെയിലിൽ ആരൊക്കെ മുമ്പേ വാങ്ങിയിരുന്നോ അവർക്കൊക്കെ ഒരു അടി ഇരിക്കും. അങ്ങനെ എന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഇത് കാരണം അവർക്ക് എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സിന് വലിയ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. ഒരു വാങ്ങിയ വില ഇവിടെ കുറവായിട്ട് പോകും. ഇത് കാരണം അവർ അടിപ്പെടും കുറച്ച്. ഒരുപാട് ദിവസം സ്റ്റോക്കിനെ വച്ചിരിക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ വരും. പിന്നെ ടാറ്റ ക്യാപിറ്റലിനെ കുറിച്ചുള്ള ന്യൂസ്. ആ ക്യാപിറ്റലിൻ്റെ 4.25% നമ്മളെടുത്ത് ടാറ്റ ക്യാപിറ്റൽ മോട്ടോഴ്സ് ആൾറെഡി നമ്മളെടുത്തിരിക്കും. കാരണം എന്നെ ഫോളോ ചെയ്ത് ടാറ്റ മോട്ടോഴ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി ടാറ്റ ക്യാപിറ്റലിൽ ഡയറക്റ്റ്ലി നിങ്ങൾ ഓണറാണ്. ടാറ്റ ടെക്നോളജീസ് നമ്മൾ ഓണറായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടാറ്റ ക്യാപിറ്റലിലും നമ്മൾ ഓണറാണ്. കാരണം വെപ്രാളപ്പെട്ട് ഓടണം എന്ന ആവശ്യമില്ല. ലോട്ടറി ഷീറ്റ് വാങ്ങി നോക്ക്, കിട്ടിയെങ്കിൽ ലക്ക്, പോയെന്ന് വിടാം. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ലോട്ടറി ഇടുന്ന സ്വഭാവമില്ല. ഇത് കാരണം ഡെഫിനറ്റായിട്ട് ഞാൻ ഇടത്തില്ല അതിൽ. ഇതാണ് മുഖ്യ വാർത്തകൾ. ഇത് നോക്ക്, മാർക്കറ്റ് ഇറങ്ങുന്ന സമയം നിങ്ങളിതിനെ കൺസിഡർ ചെയ്യാം. നന്ദി, നമസ്കാരം.